മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യ ശുശ്രൂഷയുടെ ശതാബ്ദി ആഘോഷത്തിന് ഒരുക്കമായി സഭയിലാകമാനം വചനവർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്ന 2024 സെപ്റ്റംബർ മാസം 20-ാം തീയതി മുതൽ 2025 സെപ്റ്റംബർ മാസം 19-ാം തീയതി വരെയുള്ള കാലയളവിൽ ദൈവവചനത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അത് സാക്ഷ്യമായും അനുഭവമായും അനേകരിലേക്ക് പകരുന്നതിനുമുള്ള ഒരു വലിയ പരിശ്രമത്തിൽ സഭയൊന്നായി മുന്നേറുന്ന ഒരു കാലയളവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആത്മീയ പരിപോഷണത്തിനായി ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനാൽ സ്ഥാപിതമായ ബഥനി ആശ്രമത്തിൽ ഈ പരിശ്രമത്തിന് ഒരു പുതിയ രൂപവും ഭാവവും നൽകുന്നു എന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ബഥനി നവജീവൻ പ്രോവിൻസിന്റെ ആഭിമുഖ്യത്തിൽ ആശ്രമസ്ഥരും അഭിവന്യ പിതാക്കന്മാരും ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, അൽമായ പ്രേക്ഷിതർ തുടങ്ങി സഭയുടെ എല്ലാ ഘടകങ്ങളിലുമുള്ള ദൈവമക്കൾ ഒരുമിച്ച് പ്രാതിനിധ്യ സ്വഭാവത്തിലും സഭാബന്ധത്തിലും ദൈവവചനത്തിന്റെ ഈ ഒരു വിശുദ്ധ വായന നടത്തുകയാണ്. 10ഓളം ഭാഷകളിൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നു. സംസാര ശേഷിയില്ലാത്ത ആളുകൾക്ക് അവരുടെ ബോധ്യത്തിൽ എത്തുന്നതിന് സാധിക്കുന്ന ആംഗ്യഭാഷയിൽ സുവിശേഷം ദൈവവചനം വായിക്കുന്നു. ഈ കാലയളവിനുള്ളിൽ വിശുദ്ധ വേദപുസ്തകം, അതിന്റെ പഴയ നിയമവും പുതിയ നിയമവും പൂർണ്ണമായി ധ്യാനാത്മകമായി വായിക്കുന്നതിനുള്ള പരിശ്രമമാണ്. രോഗശയ്യയിലായിരിക്കുന്ന നമ്മുടെ വല്യച്ഛന്മാരുൾപ്പെടെ ഉള്ളവർ ഈ വലിയ ദൈവിക പദ്ധതിയിൽ പങ്കുകാരാകുന്നു എന്നത് നൽകുന്ന സന്തോഷം വളരെ വലുതാണ്. ഇതിന് നേതൃത്വം നൽകുന്ന പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട സിർലച്ചനെയും ഇതിന്റെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ക്രിസ്റ്റഫർ അച്ഛനെയും ടീം അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ബഥനി ആശ്രമത്തിലൂടെ നമ്മുടെ മലങ്കര സഭയുടെ ഒരു നവീകരണം കൂടുതൽ സാധ്യതമാകുന്നതിന് ഈ നല്ല ഉദ്യമവും സമാനമായ ഉദ്യമങ്ങളും എല്ലാം സഹായകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. നാം ഈ ദൈവവചനം ധ്യാനാത്മകമായി ലെക്സിയോ ദിവീന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിശുദ്ധമായ വായന എന്ന ഈ ഒരു ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് ഏറെ സന്തോഷിക്കുകയും പിതാവിന്റെ ജീവിതത്തെ ഓർത്ത് മാലാഖമാർ ആഹ്ലാദിക്കുകയും സ്വർഗസ്ഥ പിതാവ് സംപ്രീതനായി മലങ്കര സുറിയാനി സഭയ്ക്കും ആഗോള സഭയ്ക്കും ഒരു വിശുദ്ധനെ പിതാവിലൂടെ നമുക്ക് വേഗത്തിൽ നൽകുകയും ചെയ്യും. ആകയാൽ ഈ പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഞാൻ സ്നേഹപൂർവ്വം ആശീർവദിക്കുന്നു. ഈ ഉദ്യമത്തിലും സമാനമായ പരിശ്രമങ്ങളിലും നിങ്ങളോടുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും നേരുന്നു. ദൈവത്തിന് സ്തുതി. ദൈവം